ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയൊക്കെ നമുക്ക് കണ്ടാലോ. ശനിയാഴ്ച ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ് പ്രവേശനം. പ്രവേശന ഫീസ് ഒരാൾക്ക് 10 രൂപയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ എത്തി. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു റൂമിലേക്കാണ്. അവിടെ കുറേയധികം ചുവർ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. കണ്ടതിന് ശേഷം നമ്മൾ പള്ളിക്കുള്ളിലേക്ക് കയറി. ഇതാണ് പള്ളിയുടെ ഉൾവശത്തെ ഒരു വ്യൂ. ലൈറ്റും സെറ്റിങ്സൊക്കെ ആയിട്ട് നല്ല ഒരു ആംബിയൻസ് തന്നെയാണ് ഗൈസ്. വിവിധ കളറിലുള്ള ലൈറ്റുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രക്ഷയില്ല ഗൈസ്, നല്ല മനോഹരമായൊരു ദേവാലയം. ജൂതപ്പള്ളിയുടെ ചരിത്ര ഫലകങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലുള്ള പുരാതനമായ യഹൂദ ആരാധന കേന്ദ്രമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി എന്നറിയപ്പെടുന്നത്. മലബാർ യഹൂദരാണ് 1567 ഈ സിനഗോഗ് പണികഴിപ്പിച്ചത്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെയും ഏറ്റവും പഴയ സിനഗോഗായാണ് ഈ ജൂതപ്പള്ളി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി പണികഴിപ്പിച്ചത് AD 4-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിൽ ക്രാങ്കനൂർ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ജൂതന്മാർ തെക്കേ ഇന്ത്യൻ മേഖലയിലെ കേരളത്തിലെ മലബാർ തീരത്ത് ഉടനീളം വാണിജ്യ രംഗത്ത് നല്ലൊരു സ്ഥാനം വഹിച്ചിരുന്നു. AD 14-ാം നൂറ്റാണ്ടിൽ അവർ കൊച്ചിയിലേക്ക് മാറി താമസിക്കുകയും അവിടെ ഒരു പുതിയ സിനഗോഗ് പണിയുകയും ചെയ്തത്. ചരിത്രത്തിൻ്റെ ശേഷിപ്പായ ഈ പള്ളിക്ക് പുറത്ത് ഒരു വലിയ ഘടികാരം ഇപ്പോഴുമുണ്ട്. കൈകൊണ്ട് വരച്ച വെവ്വേറെ ചിത്രങ്ങളോട് കൂടി ചൈനയിൽ നിർമ്മിച്ച 256 പോഴ്സലെയിൻ തറയോടുകൾ ഈ ദേവാലയത്തിൻ്റെ നിലത്ത് പാകിയിരിക്കുന്നു. ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ മെക്കാള സമർപ്പിച്ച ഏതാനും വെള്ളി വിളക്കുകളുമാണ് ഇവിടെയുള്ള മറ്റ് ആകർഷണങ്ങൾ. പിന്നെ ഗൈസ്, കുറച്ച് പിക്കൊക്കെ എടുത്തു. ഗൈസ്, നമ്മളങ്ങനെ പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.